കുട്ടിക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അമ്മയുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. കുറേ കേസിൽ അങ്ങനെയാണ് വരാറുള്ളത്. എന്തെങ്കിലും ഒരു പ്രശ്നം തങ്ങളുടെ കുഞ്ഞിനുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകും, ആളുകളെ എങ്ങനെ കൺവിൻസ് ചെയ്യും, മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ എങ്ങനെ തല ഉയർത്തി നിൽക്കും, ഇവരെയും കൊണ്ട് എങ്ങനെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യും, ഇവർക്ക് ഞാൻ ഇല്ലാതായാൽ എങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കും, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരമ്മയുടെ മൈൻഡിലൂടെ കടന്നു പോകാറുണ്ട്. അതെല്ലാം കൃത്യമായി വരച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് വിപരീതങ്ങളുടെ വിസ്മയം എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തിൽ. സാധാരണയായി നമ്മൾ അവയർനെസ് വീഡിയോസ് ആണ് ഈ പേജിലൂടെ പോസ്റ്റ് ചെയ്യാറുള്ളത്. ഇതും ഒരു അവയർനെസ് ആണ്. എല്ലാ പാരൻസും, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുള്ള പാരൻസ് ഈ ഒരു പുസ്തകം വായിക്കണം. ഇതിൻ്റെ റൈറ്റർ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷബീദ, ഞങ്ങൾ സ്നേഹത്തോടു കൂടി സബി എന്ന് വിളിക്കുന്നു. അദ്ദേഹം ആർദ്ര ഫൗണ്ടേഷൻസിൻ്റെ ഡയറക്ടറാണ്. പഠന വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമാണിത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തരായ ഒരുപാട് കുട്ടികളെയും അവരെ മാനേജ് ചെയ്യുന്ന പാരൻസിനെയൊക്കെ കണ്ട് അടുത്തറിഞ്ഞ് പെരുമാറിയതിൽ നിന്നും അവരുടെ അനുഭവത്തിൽ നിന്നൊക്കെ എടുത്ത ഒരു ഏടാണ് ആക്ച്വലി ഈ പുസ്തകം. ഇന്നലെ ഒറ്റ ഇരിപ്പിന് ഞാനിതെൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ വായിച്ചു തീർത്തു. ആ സമയത്ത് ഓർത്തത് എന്നെ കേൾക്കുന്ന കുറച്ചു പേരെങ്കിലും ഈ ഒരു പുസ്തകത്തിനെ കുറിച്ച് അറിയണം എന്നാണ്. വ്യത്യസ്തതയോടുകൂടി ജനിച്ച ഒരു മകന് വേണ്ടി അവന് ലൈഫിൽ എവിടെയെങ്കിലും ഒരു കച്ചിത്തിരുമ്പ് കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടന്ന ഒരമ്മ, അതിനിടയിൽ അവരനുഭവിച്ച, അവർ കേൾക്കേണ്ടി വന്ന വഴികൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, അറ്റ് ലാസ്റ്റ് അവരവരുടെ ഗോളിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ ഒരു കഥയല്ല, ഇതൊരു എന്താ പറയുക, ഇതൊരു ജീവിതമാണ്. ഇതിൽ ഒരുപാട് ഉപമകളില്ല, അതിശയോക്തികളില്ല, പേടിപ്പെടുത്തുന്ന രംഗങ്ങളില്ല. വളരെ സിമ്പിളായിട്ട് എഴുതിയിരിക്കുന്ന ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിലുള്ള ലാംഗ്വേജ്. നിങ്ങൾക്ക് ഈ പുസ്തകം വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ നമ്പർ കൊടുത്തേക്കാം. ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം അറിയണമെന്നുണ്ട്, അല്ലെങ്കിൽ ഈ പുസ്തകം വേണം എന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.